നമസ്കാരം. തിരഞ്ഞെടുപ്പുകളിൽ ചുക്കാൻ പിടിക്കുന്ന തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനാണ് പ്രശാന്ത് കിഷോർ. കോൺഗ്രസിനെയും അതുപോലെ ആം ആദ്മി പാർട്ടി അടക്കം വലിയ രീതിയിൽ തിരഞ്ഞെടുപ്പുകളിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ പ്രശാന്ത് കിഷോർ സഹായിച്ചിട്ടുണ്ട്. 2014 അടക്കം വലിയ രീതിയിൽ പ്രശാന്ത് കിഷോർ രാജ്യത്ത് മോദിയെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന്, അതായത് BJP സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് പ്രശാന്ത് കിഷോർ പ്രവർത്തിച്ചിട്ടുണ്ട്. നിലവിൽ രാഹുലിന്റെ അമേരിക്കൻ പ്രസംഗം വലിയ രീതിയിൽ ഒരു പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. ഇത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് തന്നെ വലിയ അപകടം വിളിച്ചു വരുത്തുമെന്ന് പ്രശാന്ത് കിഷോർ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. രാഹുൽ എന്താണ് പറയുന്നതെന്ന് രാഹുലിന് പോലും വ്യക്തമായി അറിയില്ല എന്നാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞിരിക്കുന്നത്. വായിൽ തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ ഗാന്ധി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ആവശ്യമെങ്കിൽ സംവരണം വർദ്ധിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധി അനുകൂലിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ പ്രസ്താവനയെല്ലാം തന്നെ നിലവിൽ മാറ്റിപ്പറഞ്ഞിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. നിലവിൽ സംവരണം എടുത്തു കളയണമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറയുന്നത്. ഒരു നിമിഷവും രാഹുൽ വ്യത്യസ്ത അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഓരോ നിമിഷവും രാഹുൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പലയിടത്തും ചെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ ജാതി സെൻസസിനെ അനുകൂലിച്ചും സംവരണം വർദ്ധിപ്പിക്കണമെന്നുമെല്ലാം രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്കയിൽ ചെന്നിട്ട് സംവരണം എടുത്തു കളയുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ത്യയിൽ വെച്ച് രാഹുൽ ഗാന്ധി പറയുന്നതല്ല വിദേശത്ത് പോകുമ്പോൾ രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുലിന്റെ കൂടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും പറയാനാകൂ. എന്ത്, എപ്പോൾ, എങ്ങനെ പറയണമെന്ന്, ഏത് രീതിയിൽ പറയണമെന്ന് രാഹുലിന് പോലും അറിയാത്ത സ്ഥിതിയാണെന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എന്ന് പോലും അറിയില്ല. അതായത് രാഹുൽ ഗാന്ധിയുടെ ചിന്ത ഇപ്പോൾ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്ന് രാജ്യം ഒക്കെ ഭരിക്കണം എന്നൊരു ആഗ്രഹമാണ് രാഹുലിനുള്ളത്. പക്ഷേ തെരഞ്ഞെടുപ്പ് വഴി നോക്കിയാൽ അത് നടക്കില്ല എന്നത് രാഹുലിനറിയാം. കാരണം ഇലക്ഷനിൽ നിൽക്കുമ്പോൾ പൂർണ്ണമായി പരാജയപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് BJPയെ താഴെയിറക്കാനോ കോൺഗ്രസിന്റെ അധികാരത്തിൽ വരാനോ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഒറ്റ വഴിയേ രാഹുലിന്റെ മനസ്സിലുള്ളൂ, അത് വർഗീയമായ പരാമർശം നടത്തി രാജ്യത്ത് ബംഗ്ലാദേശ് മാതൃകയിൽ ഇന്ത്യയിൽ ഒരു കലാപമൊക്കെ സൃഷ്ടിച്ച് ഒരു നീക്കം നടത്തണം. രാഹുലിനെതിരെ നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒന്നടക്കം പറയുന്നത്. വിദേശത്ത് ചെന്നിട്ട് ഇന്ത്യക്കെതിരെ രാജ്യവിരുദ്ധമായ പ്രസ്താവനകളൊക്കെ നടത്തിയതിന് എന്തായാലും രാഹുൽ ഉത്തരം പറയേണ്ടി വരും എന്നത് വ്യക്തമാണ്. കൂടാതെ നടപടിക്ക് വിധേയമാക്കേണ്ടി വരും. രാജ്യത്ത് വലിയ തോതിൽ ഒരു കലാപം തന്നെ സൃഷ്ടിക്കാനുള്ള ഒരു നീക്കമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. അതുവഴി BJP സർക്കാരിനെ താഴെ ഇറക്കി ഒരു അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം നടക്കുമ്പോൾ അത് എന്തായാലും അത് പാളിപ്പോകുമെന്നത് ഉറപ്പാണ്. അങ്ങനെ പല വഴികൾ രാഹുൽ ഗാന്ധി 2014 കാലഘട്ടങ്ങളിൽ ഒന്നാം മോദി സർക്കാരിന്റെ കാലത്തും രണ്ടാം മോദി സർക്കാരിന്റെ കാലത്തും ഒക്കെ നോക്കിയതാണ്. പക്ഷെ അതെല്ലാം തന്നെ പൊളിഞ്ഞ് പാളിസാവുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഒരു ഓന്തിന്റെ സ്വഭാവമാണ് രാഹുൽ ഗാന്ധി എവിടെ ചെന്നാലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ചെന്നിട്ട് ഒരു കാര്യം പറയും, അവിടെ ചെന്ന് വേറെ രാജ്യത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് തന്നെ ചെന്നിട്ട് അതിനെപ്പറ്റി അനുകൂലിക്കുന്നു, അല്ലെങ്കിൽ വേറെടുത്ത് ചെന്നിട്ട് അതിനെപ്പറ്റി പ്രതികൂലിക്കുന്നു. ആ രീതിയിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനം ഒരു സ്ഥിരതയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ കൂപ്പുകുത്തി വീഴുന്നു എന്നാണ് പ്രശാന്ത് കിഷോർ തന്നെ ഒറ്റ വാക്കിൽ പറയുന്നത്.